ഡോളറിന് തുരങ്കം വെച്ചാൽ വിവരം അറിയുമെന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന് പകരം മറ്റൊരു കറൻസിയെ പ്രോത്സാഹിപ്പിച്ചാൽ 100% നികുതി ഈടാക്കും. അമേരിക്കൻ വിപണിയിൽ സാധനങ്ങൾ വിൽക്കാൻ സമ്മതിക്കില്ല. ബ്രിക്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശാക്തിക ചേരി രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഭീഷണി. എന്താണ് ട്രംപിന്റെ ഈ ഭീഷണിക്ക് പിന്നിൽ? ഇത് ഏത് സാഹചര്യത്തിലാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സായ്കുമാറുണ്ട്, അമലുണ്ട്, ആദിൽ പാലോടുമുണ്ട്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കണം. ആദ്യം നമുക്ക് സായ്കുമാറിലേക്ക് പോകാം. സായ്, ഇപ്പോൾ എന്താണ് ട്രംപിനെ ആക്കിയിരിക്കുന്നത്? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റമാണോ അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്? വിനീത, തീർച്ചയായും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ബ്രിക്സ് രാജ്യങ്ങൾ പോവുകയാണെങ്കിൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ഭീഷണി ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം ചേർന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ യോഗത്തിലാണ് ഇങ്ങനെയൊരു പ്രാഥമിക ചർച്ച നടന്നത്. ഒരു ഡോളർ രഹിത കറൻസിയെക്കുറിച്ചും പ്രാദേശികമായ കറൻസിയുടെ ആവശ്യകതയെക്കുറിച്ചും ഉള്ള ഒരു ചർച്ചകൾ നടന്നു. അതൊരു തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല, ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുക മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചകൾ പോലും മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ അധികാരത്തിന്, ലോക പോലീസ് എന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന തങ്ങളുടെ അധികാരത്തിന് വലിയ തിരിച്ചടിയാകും എന്ന് നന്നായി അറിയാവുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ടാണ് അതിനെ തുടക്കത്തിലെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് സ്വരം ഇന്നിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെയാണ് അദ്ദേഹം ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഡോളറിനെതിരെ നീങ്ങിയാൽ ഈ രാജ്യങ്ങൾക്ക് 100% നികുതി ഉണ്ടാകും. അവരുടെ സാധനങ്ങളൊന്നും ഇനി അമേരിക്കയിൽ വിൽക്കാൻ കഴിയില്ല. അങ്ങനെ വലിയ ഒരു ഉപരോധ സമാനമായ സാഹചര്യത്തിലേക്ക് ഈ രാജ്യങ്ങൾക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. കഴിഞ്ഞ മാസമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക്, എന്തായാലും ചർച്ചകളിലേക്ക് ബ്രിക്സ് രാജ്യങ്ങൾ പോയത്. അത് തുടക്കത്തിലെ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വീണ്ടും അധികാരത്തിലേറുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ സാമ്പത്തിക അധികാരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശ്രമിക്കുമോ എന്നുള്ളൊരു ആശങ്ക എന്തായാലും അമേരിക്കയ്ക്ക് ഉണ്ട്. ഡോളറിന് വലിയ രീതിയിൽ വിലയിടിവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അമേരിക്കയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ താങ്ങാനാവുന്നതല്ല. നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഇത്തരമൊരു കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതൊരു ശാക്തിക ചേരിയായി മാറുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകും. അങ്ങനെ ഒരു നീക്കം അവരിൽ നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ളൊരു ചുവടുവെപ്പ് കൂടിയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഭീഷണിയെ നമ്മൾ കാണാൻ. ഇത്തരം തീരുമാനങ്ങളുമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങൾക്ക് നൽകുന്നത്. വിനീത.